ജനജീവിതം ദുരിതത്തിലാക്കി തഴവ പഞ്ചായത്തിലെ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ റോഡ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം കാരണം റോഡും നിരവധി വീടുകളും വെള്ളക്കെട്ടിലായി. തഴവ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ റോഡ് അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിലൂടെ നിരവധി വീടുകളും റോഡും വെള്ളക്കെട്ടിലായി. 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. വീണ്ടും 10 ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ച് 20 ലക്ഷം രൂപയുടെ ഓട നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്ത് നിന്ന് മുകളിലേക്ക് വെള്ളം ഒഴുകുന്ന രീതിയിലാണ് ഓട നിർമ്മിച്ചിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. തഴവ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ കുരുവന്നരം മൂനാണ്ടയിൽ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ മുക്ക് റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നിരവധി വാഹനങ്ങൾ, സ്കൂൾ കുട്ടികളടക്കം നിത്യേന യാത്ര ചെയ്യുന്ന ഈ റോഡ് 2019-20 ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഗുരുവന്നരം ജംഗ്ഷൻ മുതൽ തിരുവിലേത്തുകുളം വരെ ഓട നിർമ്മാണത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളതായിരുന്നു. ചില പ്രാദേശിക കക്ഷികളുടെ താല്പര്യം കണക്ക് ആ ഫണ്ട് ഗുരുവന്നരം മുതൽ താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷത്തോടെ ചേർത്ത് 20 ലക്ഷം രൂപയുടെ ഒരു ഓട നിർമ്മാണം വെറും അശാസ്ത്രീയമായ രീതിയിൽ ഗുരുവന്നരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലമാണെന്ന് 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഈ റോഡ് വെള്ളക്കെട്ടാൽ യാത്ര ദുസ്സഹമായി കിടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തയ്യാറാക്കി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ ഓട നിർമ്മാണം നടത്തി പലകുറി പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ ഓട നിർമ്മാണമാണ് ഇത്രയും ദുസ്സഹമായ രീതിയിൽ ഈ റോഡിൻ്റെ അവസ്ഥയായത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുമെന്ന് അറിയിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ തഴവ ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡും 3-ാം വാർഡും ചേർന്ന ഈ ഭാഗമാണ് കറുത്തേരി ജംഗ്ഷനിൽ നിന്നും 189 നമ്പർ SNDP ശാഖായോഗത്തിലോട്ട് വരുന്ന പ്രധാനപ്പെട്ട വഴിയും അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ കാഴ്ചയിൽ കാണുവാനുള്ളത്. ശരിക്കും പ്രായോഗികമല്ലാത്ത ഓട നിർമ്മാണത്തിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. കറുത്തേരി ജംഗ്ഷനിൽ നിന്ന് ഗുരുവന്നരം വരെയുള്ള ഓട നിർമ്മാണം ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണത്തിൻ്റെ ഒരു പരിണിത ഫലമാണിത്. ശരിക്കും തീർത്തും പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ട് ഇതിനൊരു പരിഹാരം അധികാരികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ശക്തമായ പ്രതിഷേധത്തോടു കൂടി ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല. കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനം എടുക്കുന്നിടം വരെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. 30 വർഷം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ട് വന്ന് വിവിധ സ്റ്റേറ്റുകളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയും മറ്റ് അനിഷ്ട സംഭവങ്ങളെല്ലാം പങ്കെടുത്ത് ഉറക്കവും ഊണുമില്ലാതെ ഈ രാഷ്ട്രത്തെ സംരക്ഷിച്ചു വന്ന ഈ ഗുരുമന്ദിരത്തിൻ്റെ 189 നമ്പർ ശാഖയുടെ പരിസരത്ത് താമസിക്കുന്ന ഒരു വിമുക്ത ഭടനാണ് ഞാൻ. ഇന്ന് എനിക്ക് സ്വയമായിട്ട് ഒരു മാർക്കറ്റിൽ പോകാനോ എൻ്റെ സ്ഥാപനത്തിലോട്ടോ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട് മൊത്തവും ബാത്റൂം കവിഞ്ഞൊഴുകയാണ്. അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അതുപോലെ ഈ പരിസരത്തുള്ള മുതിർന്നവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും രോഗശയ്യ കിടക്കുകയാണ്. പ്രായമായ മനുഷ്യർ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് മുൻഗണന അവരത് പാസ്സായി പോകുന്നത്. നിരപരാധിയായ ഞങ്ങളെപ്പോലുള്ള ഈ ആൾക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഈ പരിസരത്തുള്ള കുട്ടികളെ പ്രായമുള്ള അമ്മമാർ തോളയിലും ഏണത്തും എടുത്തുകൊണ്ടാണ് അടുത്തുള്ള ബസ്സിനകത്ത് കൊണ്ടുവന്ന് കയറ്റുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വരാനോ യാത്ര ചെയ്യാനോ സാധിക്കുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട നിയമപാലകർ ഇതിൻ്റെ തക്കതായ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ റോഡും തകർച്ചയുടെ വക്കിലാണ്. നിരവധി കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന റോഡിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാവണമെന്ന് SNDP ശാഖായോഗം സെക്രട്ടറി ലാൽകുമാർ, വിമുക്ത ഭടൻ മണിക്കുട്ടൻ, മോഹൻരാജ്, അശോകൻ, പുഷ്പലത തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.